ഒരിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഈ വാല് പൊക്കുന്ന എന്തിനാ എനിക്ക് മനസ്സിലായി. ദീപേ, ഞാനൊരു 500 കൊണ്ടുവന്ന ഒരാഴ്ച കൊണ്ടല്ലേ തീർക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ നിനക്ക് ലോകത്ത് കാണാൻ കിട്ടും? കിട്ടില്ല. ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ കാരണേ എൻ്റെ അച്ഛൻ്റെ കള്ളൂടിയാ. എടേ, നിന്റെ അച്ഛൻ മദ്യപാനി ആയതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് കിട്ടിയത്. ഓ പിന്നെ നീ പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിരുന്നെങ്കിൽ നിന്നെ എനിക്ക് കിട്ടുമായിരുന്നു. ഡോക്ടർ അല്ല പിന്നെ. സോപ്പിംഗ് ഒന്നും വേണ്ട. എൻ്റെ അവസ്ഥയോ അങ്ങനെയായി. നമ്മുടെ മക്കളെ അവസ്ഥ എങ്ങനെയാവാതിരിക്കാൻ വേണ്ടിയാ പറയണത്. എടി, നിന്റെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പം? എനിക്ക് നല്ലൊരു ജോലിയില്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. നിന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നാൽ പിന്നെ നിന്റെ വീടൊരു ബാറാ. നിന്റെ അച്ഛനും നിന്റെ ആങ്ങളെയും അവൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഞാനും കൂടി ഇരുന്ന് മദ്യപിക്കുമ്പോൾ നിനക്കൊരു പരാതിയില്ല. ഞാൻ വീട്ടിൽ വല്ലപ്പോഴും ഒരു കുപ്പി കൊണ്ടുവന്ന് അതിൽ നിന്നൊരു പെഗടിച്ച നിനക്ക് വലിയ തണ്ണ. ഇത് ശരിയാവൂല. നിങ്ങൾ എൻ്റെ അച്ഛനെ പോലെ ആയാൽ ഞാനും മക്കൾ നരകിക്കും. അതുകൊണ്ടാ പറയണേ. ദീപേ, നിനക്ക് എന്നെ എത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല? എൻ്റെ ശരീരവും സമ്പാദ്യവും മറന്നിട്ടുള്ള ഒരു മദ്യപാനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെ, നിങ്ങൾ ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. എപ്പോഴാ സ്വഭാവം മാറുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പെണ്ണുങ്ങൾ വലിയ പതിവ്രതകളല്ലേ. എടി, കാമുകന്മാരെ കൂടെ ഒളിച്ചോടി പോയ എത്ര പെണ്ണുങ്ങളുണ്ട്? സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് അന്യ പുരുഷന്മാരെ കൂടെ ഒളിച്ചോടി പോയ എത്ര പെണ്ണുങ്ങളുണ്ട്? അതൊക്കെ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആണുങ്ങൾ പല വീക്ക്നെസ്സും ഉള്ളവരാ, പ്രത്യേകിച്ചും പെൺവിഷയത്തിൽ. അങ്ങനെ ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഏത് ബുക്കിൽ? അതൊക്കെ ഓർമ്മയില്ല. എടി, നിനക്ക് വല്ല ലോകവിവരം ഉണ്ടോ? നിനക്ക് അടുക്കള, ബന്ധുക്കള്, അയൽവാസികൾ ഇവരല്ലാതെ മറ്റെന്താ അറിയാ? സർക്കാർ മദ്യം നിരോധിച്ചിട്ടില്ല. പിന്നെ ഒരു ഹോബി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. അതിന് അവർക്കൊരാശ്വാസമാണ് ഈ മദ്യം. ഓഹോ, പിന്നെ ഹോബിയാക്കി കാണാൻ പറ്റിയൊരു പരിപാടി തന്നെയാണ് ഈ കള്ളുകുടി. എടി, മദ്യം കഴിച്ചിട്ട് കുടുംബം തകർന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാര് അവരുടെ ഭാര്യമാര് തന്നെ. എന്നെപ്പോലുള്ളവർ 1-2 പെഗടിച്ചാൽ നഖശികാന്തം എതിർക്കും. അപ്പോൾ പിന്നെ ആണുങ്ങൾക്ക് വാശിയായി മാറും. അങ്ങനെ കുടിച്ച് അടിയും പിടിയുമായിട്ടാണ് കുടുംബം തകരുന്നത്. ഭർത്താക്കന്മാർ 1-2 പെഗടിച്ചാൽ ഒന്ന് കണ്ണടച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഈ പ്രശ്നം നിങ്ങളെ കുടുംബക്കാരോടൊക്കെ പറയും. പറഞ്ഞോ, അവർക്കെന്നെ നന്നായിട്ട് അറിയാം. മദ്യപ്പുഴ ഒഴുകി വന്നാലും ഞാൻ 1-2 പെഗടിക്കുള്ളൂ എന്ന്. നിന്റെ കുടുംബക്കാരൊക്കെ പെരുംകുടിയന്മാരല്ലേ. ജനിച്ചാൽ മദ്യം, മരിച്ചാൽ മദ്യം, കല്യാണത്തിന് മദ്യം. മദ്യം ഉണ്ടെങ്കിലേ അവിടെ എന്ത് നടക്കുള്ളൂ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ കുടിക്കില്ല, ജ്യേഷ്ഠൻ കുടിക്കില്ല, അനിയൻ കുടിക്കില്ല, അളിയന്മാരും കുടിക്കില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ കുടിയനായി? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളെ DNA ഒന്ന് പരിശോധിക്കണം. DNA ഒന്ന് പരിശോധിക്കണം എന്ന്. രാജു, വാ. രാജു, ഇന്നെന്താ വണ്ടി ഒന്നും എടുക്കാതെ പോന്ന്? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്, അത് നന്നാക്കാൻ കൊടുത്താ. അതുകൊണ്ട് നിന്നെ കാണാനായല്ലോ. അല്ല, ഇതെന്താ മദ്യവർജന കമ്മിറ്റിക്കാരെല്ലാരും കൂടി ഒരു ഗൂഢാലോചന? അത് ഞങ്ങളിൽ കുറച്ച് ആളെയും കൂടി കൂട്ടാണ്ട്. അത് എങ്ങനെ വേണമെന്നുള്ള ആലോചനയില്ല. ആ ലിസ്റ്റിൽ ആദ്യത്തെ ആള് നീയാ. ഞാൻ ആ ഗ്രൂപ്പിലേക്കില്ലാന്ന് പലതവണ പറഞ്ഞതല്ലേ. നീ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വന്നേ പറ്റൂ. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നീ മാത്രമാണ് ഈ മസിൽ പിടിക്കുന്നത്. അത് ശരിയാ, ബാക്കിയുള്ളവർക്കൊന്നും നിന്റെ അത്ര വാശിയില്ല. ഞാൻ വല്ലപ്പോഴും ഒരു കുപ്പിയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കഴിക്കുന്നു. അതിന് എനിക്കോ എൻ്റെ കുടുംബത്തിനോ സമൂഹത്തിനോ യാതൊരു ദോഷമില്ല. ദോഷമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, നമ്മളുടെ ഈ അസോസിയേഷനിൽ വേണ്ടാന്ന് വെച്ചിട്ടാ. നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം വാളിച്ചിട്ടുണ്ടെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. രാജു, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം. മരണം ദുഃഖമാണുണ്ണി, ജീവിതമല്ലേ സുഖപ്രദം. ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ നിയമം പാലിക്കണം. നീ ഇതിൽ ചേർന്നാ പിന്നെ നിനക്ക് മദ്യപിക്കാനാവില്ല. സംഘടന ചേർന്നവരൊക്കെ പുണ്യാളന്മാരെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ നാട് എന്നെ നന്നേനെ. പകല് പുണ്യാളിനും രാത്രി ആഭാസനും. അങ്ങനെയുള്ള എത്ര ആൾക്കാരെ ഞാൻ കാണിച്ചുതരാം. മദ്യം കഴിച്ചിട്ട് എത്ര ചെറുപ്പക്കാരെ നശിക്കുന്നത് നിനക്കറിയാമോ? അത് ചെറുപ്പക്കാർ മദ്യം കഴിക്കുന്നുണ്ടല്ല, മദ്യം ചെറുപ്പക്കാരെ കഴിക്കുന്നുണ്ട്. അവനവൻ്റെ ശരീരവും സാമ്പത്തികവും നോക്കി കഴിച്ചാൽ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ ചർച്ച ചെയ്യ്, ഞാൻ പോട്ടെ.
2 ദിവസമായല്ലോ വയറുവേദന തുടങ്ങിയിട്ട്. ഉലവെള്ളം കുടിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരു പെഗ് ട്രൈ അടിച്ചാ ഏത് വയറുവേദനയും പമ്പാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എനിക്ക് തല കറങ്ങുന്നേ. അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ. എനിക്ക് വയ്യേ. അയ്യോ, ഇതാണല്ലോ ഈ പായമാരൊക്കെ കുടിക്കണത്. ഭൂമി കറങ്ങുന്നത് പോലെ തോന്നല്ലേ ഈശ്വരാ. ദീപേ, 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 എന്തുപറ്റി? എടേ ദീപേ, ദീപേ. ആ, അടിപൊളി. എന്റെ സാധനം പകുതിയാക്കി വെച്ചല്ലേ, ഇപ്പൊ ശരിയാക്കി തന്നെ. ദീപേ, ഇത് കുടിക്കും, കുടിക്കേ. ഈ മോര കടിച്ചല്ലേ, കുടിക്കാൻ കളിക്കും. എങ്ങനെയുണ്ട്? ഇനി ഇത് ഇവിടെ വേണ്ട. എന്ത്? ദീപേ, ദീപേ,